ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് ഞാനും അപ്പോഴും മീനാക്ഷിയും കൂടെ ജസ്റ്റ് ഫുഡ് കഴിക്കാനായിട്ടാണ് പോകുന്നത്. കറങ്ങാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ രാവിലെ 9:45. എനിക്ക് ട്യൂഷനുണ്ട്. ട്യൂഷൻ കഴിഞ്ഞ് അവർ ഉച്ചയ്ക്ക് കോളേജ് ജംഗ്ഷനിൽ വരും. എന്നിട്ട് അവിടെ നിന്നാണ് കഴിക്കാൻ പോകുന്നത്. ഇന്ന് കാർത്തികയും കൂടാണ് ഗൈസ്. അപ്പോൾ എല്ലാം കൂടെ ഇന്നത്തെ ദിവസം അങ്ങ് ഒറ്റ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ട്യൂഷന് പോകാൻ ഇറങ്ങാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഔട്ട്ഫിറ്റ് ഇത് അമ്മൂൻ്റെ ടീഷർട്ട്, ഇത് എൻ്റെ ജീൻസ്. അമ്മൂൻ എൻ്റെ റെഡ് ടീഷർട്ട് കാണുന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് അപ്പോൾ എൻ്റെ ട്യൂഷൻ പോകാനൊക്കെ ഇറങ്ങി നോക്കി. അങ്ങനെ ട്യൂഷനിൽ ചെന്ന് ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റിൽ ഞാൻ വരുന്നെന്നും പറഞ്ഞ് മീനാക്ഷി ഇരിക്കാൻ പറഞ്ഞ് 12:30 വിട്ട ട്യൂഷൻ 1:30 ആയപ്പോഴേ ഇവർ വന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചിട്ടൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. 12 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ അവർ 12:30 ഇടിച്ചുണ്ടല്ലേ. 1 മണിക്കൂർ ഞാൻ ട്യൂഷനിൽ ഇരുന്നു. 1 മണിക്കൂർ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗായ്സ്. ഫുഡ് കഴിക്കാൻ പോകുന്നു ഗായ്സ്. സമ്മറിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. മീനാക്ഷി ഇരിക്കാൻ സീറ്റില്ല ഞങ്ങൾക്ക്. ഭയങ്കര തിരക്ക് ഇവിടെ. ഇവരുടെ കുട്ടൻ ബിരിയാണിയും ഞാൻ മന്തി. വലുതായിട്ട് അറിയത്തില്ല കേട്ടോ. ഫുഡ് വന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് വന്ന് ഫുഡിന്റെ പാട്ട്. ദാണ്ട കഴിക്കാൻ പോവാണ് ഞങ്ങളെല്ലാരും. കഴിച്ചിട്ട് വരാം. നമ്മൾ കഴിച്ചിറങ്ങി. ഒന്നും ബില്ലടയ്ക്കാൻ നിൽക്കുന്നു. ഫുഡായിരുന്നു. ഇന്നലത്തെ സദ്യയുടെ അത്രയും നിറഞ്ഞില്ല, എന്നാലും ഓക്കെ. അതാണ്ട് എന്നെ ഇവര് ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിട്ട് പോവാ. അതാണ്ട് അപ്പോ അയ്യോ അടുത്ത ബസ് വന്ന്. ശ്രീദുർഗ ബൈ. ഞാൻ വീട്ടിലോട്ട് കയറാൻ പോവാണ്. എനിക്ക് കയറിയിട്ട് ഒരു ഉറക്കമുണ്ട്. ഉറങ്ങിയിട്ട് വേണം വൈകിട്ട് കാർത്തികയെല്ലാം സെറ്റാക്കാൻ. വീട്ടിലാക്കാൻ എത്തി, വീടെത്തി ഗൈസ്. അന്ന് ഞാൻ ഡ്രസ്സൊക്കെ മാറി കൊഴിഞ്ഞു പോയി. ഒരു സ്പ്രൈറ്റ് വാങ്ങിച്ചായിരുന്നു. സ്പ്രൈറ്റ് വാങ്ങിച്ചു. അമ്മ വേണോ സ്പ്രൈറ്റ്? സോറി അമ്മയ്ക്ക് പനിയാ ഗൈസ്. അമ്മ വെളിയിൽ നിന്ന് മറ്റേ കാർത്തികയ്ക്ക് വിളക്ക് കത്തിക്കാനുള്ള ചട്ടിയെല്ലാം കഴുകി തുടച്ച് വയ്ക്കുമായിരുന്നു ഞാൻ വരാൻ നേരത്ത്. അപ്പം എന്നിട്ടൊന്നുമില്ല, വയറ് നിറഞ്ഞു ഗൈസ്. ഇനി ഞാൻ ഉറങ്ങും. കിടന്നിപ്പം 3 മണിയായെന്ന് തോന്നി. ഉറങ്ങി ഒരു 4:30-5 മണിക്ക് മുന്നേ എണീച്ചിട്ട് കുളിച്ച്. പിന്നെ അമ്മു ഇല്ലല്ലോ. അമ്മു ഉള്ള വർഷമല്ല ഞാനും കൂടെ ഒക്കെ നിന്നാ വിളക്ക് കത്തിക്കുന്നത്. കാർത്തികയ്ക്ക് വെളിയിലല്ല. അപ്പം ഇന്ന് അമ്മു ഇല്ലാത്തതുകൊണ്ട് ഞാനും അമ്മയും മാത്രമായിരിക്കും. അപ്പം
കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് പുഴുക്കൊക്കെ തിന്നണം, അതൊക്കെ സംഭവങ്ങൾ ചെയ്യണം. അപ്പം ഇനി ഞാൻ ഉറങ്ങി എണീച്ചിട്ട് ബാക്കി കാണാം. അപ്പോൾ ഗൈസ് ഞാൻ ഉറങ്ങി എണീച്ച് കുളിച്ച് റെഡിയായി. സമയം നല്ല താമസിച്ച് 6:30 കഴിഞ്ഞ്. അമ്മ വിളക്കിന് വിളക്ക് കത്തിച്ച് മറ്റേ കാർത്തിക ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് നിറയ്ക്കുന്നു. എന്നെ ഓരോന്ന് പറയുന്നു ഗൈസ്. ഞാൻ കിടന്നുറങ്ങിയുണ്ട്. നമുക്ക് പോയി നോക്കാം ഗൈസ്. അമ്മ ചട്ടിയിൽ എണ്ണയൊക്കെ ആക്കി തിരിയൊക്കെ ഇട്ട് തന്നു. പിണക്കാവുന്നു എൻ്റെ അടുത്ത്. അമ്മ എൻ്റെ അടുത്ത് പറയാ ഗൈസ് ഇന്നത്തോടെ നിർത്തിയെന്നല്ല. ഉറങ്ങിയതിന് എന്നെ കിടന്ന് പറയുന്നുണ്ട്. പെങ്കൊച്ചുങ്ങളാ ഇതൊക്കെ ചെയ്യേണ്ടത്, അറിയാവോ? അമ്മയും പെങ്കൊച്ചല്ലേ. കത്തിച്ചിട്ട് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് ഗൈസ്. ഇപ്പം മഴ പെയ്യുന്നുണ്ട്. ഇവിടൊക്കെ കത്തിച്ച് എല്ലാ വർഷത്തെയും പോലെ നിറച്ച് കത്തിച്ചിട്ടില്ല, കാറ്റും മഴയും കാരണം. അമ്മച്ചമ്മ നാമം ചൊല്ലുന്നു. മുക്തിയെ കൊടുപ്പതോ നമ ശിവായ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് മഴ പെയ്തു ഗൈസ്. പക്ഷെ എന്നാലും എല്ലാ വിളക്കും ഒന്നും അണഞ്ഞില്ല. മഴ പെയ്തിട്ട് അണയാതെ നിൽക്കുന്ന വിളക്കുകളൊക്കെ ഉണ്ട്. അകത്ത് ചെറുതായിട്ട് ഞാൻ ഇങ്ങനൊരു വിളക്ക് വെച്ച് അതിൻ്റെ വെട്ടത്തിരിക്കുക. പിന്നെ ഇവിടെ മറ്റേ കപ്പയും പുഴുക്കും ഒക്കെ ഉണ്ടാക്കി അമ്മു വന്നിട്ട് കഴിക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് മുന്നേ കഴിക്കും. ഇപ്പം എല്ലാ വിളക്കും അണയും, കാരണം മഴ ഇച്ചിരി കൂടെ നല്ലോണം പെയ്യുന്നുണ്ട്. പിന്നെ അമ്മയുടെ അങ്ങ് അവർ വിളക്ക് കത്തിച്ചിട്ട് വീഡിയോ എടുത്ത് അയക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അവിടുത്തെ കാർത്തികയും ഇവിടുത്തെ കാർത്തികയുടെ മിക്സായ ഒരു കാർത്തിക വ്ളോഗായത്. നമുക്ക് കഴിക്കുന്നവരെ ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അങ്ങനുണ്ട്. ചിറ്റ ഇപ്പം വളതട വന്നേ ഉള്ളു. ഞാന് ഷാജീസിന്ന് ഇറങ്ങിയതല്ല, അമ്മക്ക് ഇതൊന്നും കത്തിക്കാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ കത്തിച്ചിട്ടുണ്ട്. പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ ആയി, ഭയങ്കര കാറ്റ്. ഭയങ്കര കാറ്റ്, എല്ലാം അണഞ്ഞു പോയി. പിന്നെ അമ്മ കത്തിച്ചില്ല, കുഞ്ഞാൻ വേണം. ഇവിടല്ലേ കൊച്ചോളിവിടെ എന്ത് ചെയ്യാ? കൊള്ളാമോ? സൂപ്പർ. പക്ഷെ വെള്ളത്തില്ല പച്ച. അത് ഇന്ന് ഞങ്ങള് പോയപ്പോ മേടിച്ച. വേണ്ട, കൊച്ചുമണി ഇവിടെ ചായ ഇട്ട് തരിക ഞങ്ങക്ക്. നോക്കിയത് ചീനി പുഴുങ്ങി വെച്ചോ. മുളകും പുളി ചമ്മന്തി അരച്ചോ? അതിനി കഴിക്കത്തെ. നമ്മള് വിളക്കൊക്കെ കത്തിച്ച് വിളക്കൊക്കെ അണഞ്ഞ് മഴ പെയ്തണഞ്ഞ്. അപ്പം ഞാനും അമ്മയും പപ്പയും കൂടെ നമ്മൾക്കൊരു കല്യാണം ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇന്ന് ഫുള്ള് ഫുഡാന്ന് തോന്നുന്നു എനിക്ക്. റിസപ്ഷൻ ആട്ടാ. അപ്പം അങ്ങോട്ട് പോവാം. രാവിലെ ഇട്ട സെയിം ഡ്രസ്സ് തന്നെ എടുത്തിട്ട് എന്തിനാ 100 ഡ്രസ്സ് ഇടുന്ന? അമ്മ ഇന്നലെ ഇട്ട ഡ്രസ്സ് എടുത്തിട്ട് എന്തിനാ എല്ലാം എടുത്തിട്ട് ആര് കഴുകും? അമ്മ തന്നെ കഴുകണം എല്ലാം.
അതുകൊണ്ട് എന്തിനാ എല്ലാം എടുത്തിരുന്നത്? സത്യം പറയല്ല ഗൈസ്, എൻ്റെ ഉടുപ്പെല്ലാം അമ്മച്ചിയാ കഴിവുന്ന സത്യം. ഇപ്പം എന്താ ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഒപ്പന നടക്കുമായിരുന്നു. നല്ല രസമായിരുന്നു പരിപാടികളും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞതാണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ബൺ പൊറോട്ടയും സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. കഴിഞ്ഞ് ഞങ്ങളാണ് വീട്ടിൽ പോകാം. അമ്മ പുഴുക്ക് തിന്നെ ഇനി എന്നെ വിളിക്കരുത്, എൻ്റെ വയറ് ഇനി സ്ഥലമില്ല. നീ തിന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ.